സിനിച്ചിച്ചി, മേഡം എന്തിനാ എന്നെ വിളിപ്പിച്ചേ? മാം അകത്തുണ്ട്, കൃഷ്ണ വരൂ. പോരുമ്പോ കളരിക്കുള്ളവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല, എല്ലാരോടും നവീൻ തന്നെ കാര്യം പറഞ്ഞു. മോളിരിക്കെ. എന്തിനാ മേഡനെ വിളിപ്പിച്ചേ? നാളെ ഗാഥയുടെ കാലിലെ പ്ലാസ്റ്റർ എടുക്കും. അത് കഴിഞ്ഞാൽ നിനക്ക് ശ്രീനിവാസിന്റെ അടുത്തേക്ക് പോകാനായിട്ട് തടസ്സമൊന്നുമില്ല. രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. കൃഷ്ണയെ അവിടെ ആക്കിയിട്ട് ഗാഥമ്മളുമായിട്ട് എനിക്ക് തിരിച്ചു പോരാം. ശരി മേഡം. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? ഇനി ഒരിക്കലും കളരിക്കലേക്കോ നവീന്റെ മുന്നിലേക്കോ പോവാൻ എന്നെ നിർബന്ധിക്കരുത്. എന്തവസ്ഥയുണ്ടെന്ന് പറഞ്ഞാലും എന്നെ നിർബന്ധിക്കരുത്. ഒരാളെ വിഡ്ഢിയാക്കുന്നതിന് ഒരു പരിധിയില്ലേ? ദൈവങ്ങൾക്ക് മുന്നിൽ പോലും മാപ്പ് കിട്ടാത്ത കാര്യ ആ പാവം നവീനോട് ഞാൻ ചെയ്യുന്നേ. ഞാനായിട്ട് കുറെ മോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഗാഥ അവിടെ ചെല്ലുമ്പോ അതെല്ലാം തല്ലി തകർക്കാം. ഈ ആൾമാറട്ട് ഒന്നും അറിയാതെ എന്താണ് തന്റെ കൂടെയുള്ളവൾക്ക് പറ്റിപ്പോയതെന്ന ടെൻഷനില്ല ആ മനുഷ്യൻ. എനിക്കിനി വയ്യ മേഡം. ഓക്കെ, നിന്നെ ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല. ഈ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ എനിക്കും വിഷമമുണ്ട് മോളെ. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കാറില്ലേ? അതുപോലെ തന്നെയാ എൻ്റെ മോക്ക് വേണ്ടി ഞാനും. ഇനിയെല്ലാം ശരിയാവും. നിനക്ക് നാളെ നല്ലൊരു ജീവിതം കിട്ടും. എനിക്കൊരിക്കലും നിന്നെ ദ്രോഹിക്കാനാവില്ല. മുമ്പ് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ അമ്മയുടെ ജീവൻ വെച്ച് വരെ വിലപേശിയിട്ടുണ്ട്. പക്ഷെ അവിടുന്നൊക്കെ നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് വന്നില്ലേ? ഞാൻ പോലും അറിയാതെ നീ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചില്ലേ? നാളെ പുഴയോരത്തേക്ക് ചെല്ലുന്ന കാര്യം ഇപ്പൊ ആരോടും വിളിച്ചു പറയണ്ട. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുക. എന്നെങ്കിലും നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിനക്ക് ധൈര്യത്തോടെ എന്നെ വിളിക്കാം. ഞാനത് പരിഹരിച്ചിരിക്കും. പ്രായശ്ചിത്തം ഒരുപാട് ചെയ്യാനുണ്ട് നിന്നോട്. എന്റെ തെറ്റുകളും മോൾ ക്ഷമിക്കുമല്ലോ? മാഡത്തിന് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മയെ മാഡം മനസ്സിലാക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ മാഡത്തിനോട് എനിക്ക് വെറുപ്പൊന്നും തോന്നിയിട്ടില്ല. നല്ല കുട്ടിയാ നീ. നിനക്കിപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും.